ഹായ്, ഞാൻ ഡോക്ടർ ദാനിൽ ചാർലി, കൺസൾട്ടൻറ്റ് ഇൻ അശ്വിനി ഹോസ്പിറ്റൽ തൃശ്ശൂർ. നമ്മുടെ എല്ലാ ജീവിത രീതികൾ, ഭക്ഷണക്രമങ്ങളും വേറെ വേറെയാണ്. അപ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുള്ളൊരു സംശയമാണ്, എൻ്റെ ഭക്ഷണക്രമത്തിൻ്റെ രീതികൾ എൻ്റെ ജോയിൻറ്റ് പെയിനിന് കാരണമാകുന്നുണ്ടോ എന്ന്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഭക്ഷണത്തിലെ നമ്മളുടെ രീതികൾ നമ്മുടെ ജോയിൻറ്റ് പെയിനിന് എന്തെങ്കിലും രീതിയിൽ കാരണമാകുന്നുണ്ടോ, അല്ലെങ്കിൽ ഭക്ഷണത്തിലെ രീതികൾ മാറ്റുന്നതിലൂടെ ജോയിൻറ്റ് പെയിൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഓൾറെഡി ജോയിൻറ്റ് പെയിൻ ഉള്ള ആൾക്കാർ, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസോ പോലെ ജോയിൻറ്റിന് ഇൻഫ്ലമേഷൻ ഓൾറെഡി ഉള്ള ആൾക്കാർ നമ്മളുടെ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇൻഫ്ലമേഷൻസ് വളരെയധികം കൂടാനായിട്ട് സാധ്യതയുണ്ട്. അത് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്ഡ് മീറ്റ്, അതെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. അതേസമയം ചില ഭക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ ശൈലിയിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമുക്ക് ഇങ്ങനെയുള്ള വേദനകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളമുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇഞ്ചി, മഞ്ഞൾ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, നമ്മുടെ ജോയിൻറ്റ് പെയിൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. ജോയിൻറ്റ് പെയിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് യൂറിക് ആസിഡിനെ കുറിച്ച് പറയേണ്ടത്. യൂറിക് ആസിഡ് ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കാനായിട്ട് വളരെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ്. യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് റെഡ് മീറ്റ്സ് പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ്, പോർക്ക്, മട്ടൺ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പരമാവധി കുറയ്ക്കുക. അതോടൊപ്പം തന്നെ 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതെല്ലാത്തിനും ശേഷം നമ്മൾ ജോയിൻറ്റ് പെയിനെ കുറിച്ച് പറയുമ്പോൾ, ജോയിൻറ്റ് പെയിൻ വണ്ണമുള്ള അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതായത് ജോയിൻറ്റിന് കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നത് ജോയിൻറ്റ് പെയിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ ഒബീസിറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുകയും നമ്മൾക്ക് ഒരു നല്ലൊരു BMI ലെവലിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയും ജോയിൻറ്റിന് ചുറ്റുമുള്ള മസിലുകളെ ബലപ്പെടുത്തുകയും ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ജോയിൻറ്റ് പെയിൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.